ഹലോ ഫ്രണ്ട്സ്, ഗ്രീൻലീസ് വിത്ത് കുക്കിങ്ങിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ തയ്യാറാക്കുന്നത് ബ്രെഡും തേങ്ങയും കൊണ്ട് സിമ്പിളായിട്ടുള്ളതും അതുപോലെ തന്നെ വളരെ ടേസ്റ്റിയുമായിട്ടുള്ള നല്ലൊരു ഈവനിങ് സ്നാക്സ് ആണ്. അപ്പോൾ അതെങ്ങനെ തയ്യാറാക്കുമെന്ന് നോക്കാം. അതിനായി ആദ്യം നമുക്ക് വേണ്ടത് ബ്രെഡാണ്. ഒരു 15 ബ്രെഡാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ബ്രെഡ് കൊണ്ടുള്ള ഈ സ്നാക്സ് തയ്യാറാക്കിയെടുക്കാൻ നമുക്ക് വെറും 5 മിനിറ്റ് മാത്രം മതിയാകും. ബ്രെഡ് എടുത്തതിന് ശേഷം നമുക്കിനി ശർക്കര വേണം. ഒരു 4 അച്ച് ശർക്കരയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അതുപോലെ തന്നെ ചെറിയൊരു തേങ്ങയും മുഴുവനായി എടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ചെയ്യേണ്ടത് ഈ തേങ്ങ ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്ത് അതിന് മുകളിലായിട്ട് ശർക്കര കൂടി ഇട്ട് കൊടുക്കാം. ശർക്കര കുറച്ച് ചെറിയ പീസുകളായിട്ട് വേണം മിക്സിയിലേക്ക് ഇട്ട് കൊടുക്കാൻ. ഇനിയിപ്പോൾ ശർക്കര മിക്സിയിൽ പൊടിഞ്ഞു കിട്ടാൻ പ്രയാസമാണെങ്കിൽ സാധാരണ നിങ്ങൾ എങ്ങനെയാണോ ശർക്കര പൊടിച്ചെടുക്കുന്നത് അതുപോലെ പൊടിച്ചെടുത്തിട്ട് തേങ്ങ മാത്രം മിക്സിയിലിട്ടൊന്ന് പൊടിച്ചെടുത്തിട്ട് രണ്ടും കൂടി മിക്സാക്കി എടുത്താലും മതിയാകും. ഞാനിപ്പോൾ മിക്സിയിലിട്ട് തന്നെ ശർക്കരയും തേങ്ങയും എല്ലാം പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഞാനിതൊരു പാത്രത്തിലേക്ക് മാറ്റുന്നുണ്ട്. ഇനി നമ്മൾ നേരത്തെ എടുത്തു വെച്ച ബ്രെഡ് ഒരു മിക്സിയുടെ ജാറിലേക്ക് ചെറുതായൊന്ന് മുറിച്ചിട്ട് കൊടുക്കാം. ഇനി നമുക്ക് ഇതൊന്ന് തരുതരുപ്പായിട്ട് പൊടിച്ചെടുക്കണം. ഇനി ഈ ബ്രെഡ് പൊടി നമുക്ക് നേരത്തെ റെഡിയാക്കി വെച്ച തേങ്ങയിലേക്കും ശർക്കരയിലേക്കും ചേർത്ത് നല്ലതുപോലെ ഒന്ന് മിക്സാക്കി എടുക്കാം. ഇപ്പോൾ എല്ലാം കൂടി നന്നായിട്ട് മിക്സാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് കൈകൊണ്ട് ഓരോ ഉരുളകളാക്കി എടുക്കാം. അപ്പോൾ നമുക്കിതെല്ലാം ഇതുപോലെ ഒന്ന് ബോൾസ് ആക്കി എടുക്കാം. അപ്പോൾ എല്ലാം നമ്മൾ ബോൾസ് ആക്കി എടുത്തിട്ടുണ്ട്. 15 ബ്രെഡ് ബോൾസ് ആണ് നമ്മൾക്ക് കിട്ടിയത്. അപ്പോൾ വളരെ സിമ്പിളായിട്ട് തന്നെ തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന നമ്മുടെ സ്വീറ്റ് ആയിട്ടുള്ള ബ്രെഡ് ബോൾസ് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഉറപ്പായിട്ടും നിങ്ങൾ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങൾക്ക് തീർച്ചയായും ഇഷ്ടപ്പെടും. ഇനിയും അടുത്തൊരു നല്ല റെസിപ്പിയുമായിട്ട് മറ്റൊരു ദിവസം കാണാം.